ഇറാനെതിരെയുള്ള യുദ്ധം അപകടമെന്ന് ട്രംപിന് സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാനെതിരെ യുദ്ധം ആരംഭിക്കണോ വേണ്ടയോ എന്ന് ട്രംപ് ഭരണകൂടം ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അപകട സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലാകാലത്തേക്കുള്ള ഒരു വഴിത്തിരിവാണ് തൻ്റെ തിരിച്ചുവരവെന്നും രാജ്യത്തിൻ്റെ പുരോഗതിയാണ് തൻ്റെ ഏതൊരു തീരുമാനത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യമെന്നുമാണ് അറിയിച്ചത്. I can say with dignity and pride that we have achieved a transformation like no one has ever seen before and a turnaround for the ages. യുഎഇയിൽ കനത്ത മൂടൽമഞ്ഞ്. വരും ദിവസങ്ങളിലും പുലർച്ചെ കനത്ത മൂടൽമഞ്ഞുണ്ടാകാനാണ് സാധ്യത. കാഴ്ചാപരിധി ഗണ്യമായി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശൈത്യകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകമായ അന്തരീക്ഷ സാഹചര്യങ്ങളുടെ ഫലമാണിതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അനധികൃത ഫുഡ് സപ്ലിമെന്റുകളും മെഡിക്കൽ ഉൽപ്പന്നവും തിരിച്ചു വിളിക്കാൻ ഉത്തരവ്. വൺ വൈറ്റിൻ, സൂപ്പർ ഇമ്മ്യൂൺ പ്ലസ്, റോസ്ബെല മോറിയ കാപ്സ്യൂളുകളുടെ പ്രത്യേക ബാച്ചുകൾ, ഐസോട്ടോണിക് 4ന്റെ ചില ബാച്ചുകൾ എന്നിവയാണ് ഗുണനിലവാരമില്ലാത്തതും ആരോഗ്യത്തിന് ഹാനികരവുമെന്ന് കണ്ടെത്തി എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് തിരിച്ചു വിളിച്ചത്. ലോകത്ത് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിൽ യുഎഇ രണ്ടാം സ്ഥാനത്ത്. ഹെൻറി ആൻഡ് പാർട്ട്നേഴ്സിന്റെ വാർഷിക റെസിഡൻസ് ആൻഡ് സിറ്റിസൺഷിപ്പ് റിപ്പോർട്ടിലാണ് യുഎഇ മുന്നിലെത്തിയത്. ജീവിത നിലവാരം, അനുസരണ മാനദണ്ഡങ്ങൾ, നിക്ഷേപ ആവശ്യകതകൾ, നികുതി കാര്യക്ഷമത തുടങ്ങിയ മാനദണ്ഡങ്ങൾ കണക്കിലെടുക്കുമ്പോൾ താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിൽ 73 പോയിന്റുകളുമായി ഗ്രീസാണ് ഒന്നാം സ്ഥാനത്ത്. 72 പോയിന്റുകളുള്ള ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, യുഎഇ എന്നിവ രണ്ടാം സ്ഥാനത്തും 71 പോയിന്റുള്ള പോർച്ചുഗൽ മൂന്നാം സ്ഥാനത്തുമാണ്. സൗദി അറേബ്യയാണ് ആദ്യ 10ൽ ഇടം പിടിച്ച മറ്റൊരു ഗൾഫ് രാജ്യം. സൗദിക്ക് 9ാം സ്ഥാനമുണ്ട്. റംസാൻ ആഗതമായതോടെ ഉംറ തീർത്ഥാടനത്തിൽ വൻ തിരക്ക്. കഴിഞ്ഞ ശനിയാഴ്ച 9,04,000 തീർത്ഥാടകരാണ് ഉംറ നിർവഹിച്ചത്. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. സുരക്ഷിതമായി ഉംറ നിർവഹിക്കുന്നതിനായി കഅബയ്ക്ക് ചുറ്റുമുള്ള മത്താഫിലേക്കുള്ള പ്രവേശനം റംസാൻ കാലത്ത് ഉംറ നിർവഹിക്കുന്നവർക്ക് മാത്രമായിരിക്കുമെന്ന് ഹറമൈൻ അറിയിച്ചിട്ടുണ്ട്. ചങ്ങരകുളം പന്താവൂർ കാവിൽ വളപ്പിൽ മയമുക്ക എന്ന മുഹമ്മദ് അന്തരിച്ചു. കോൺഗ്രസ് നേതാവ് സിദ്ദീഖ് പന്താവൂരിന്റെ പിതാവാണ്. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ മിഡിൽ ഈസ്റ്റ് വനിതാ വിഭാഗം ഇഫ്താർ ഫോഴ്സുമായി ചേർന്ന് ഷാർജ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. 1500 തൊഴിലാളികളുമൊത്താണ് വേൾഡ് മലയാളി കൗൺസിൽ നേതാക്കളും വിവിധ പ്രോവിൻസുകളിലെ അംഗങ്ങളും ചേർന്ന് നോമ്പ് തുറന്നത്. മിഡിൽ ഈസ്റ്റ് വനിതാ വിഭാഗം ചെയർപേഴ്സൺ ലക്ഷ്മിലാൽ, പ്രസിഡന്റ് മിലാന അജിത്, സെക്രട്ടറി മേരിമോൾ ഇഗ്നേഷ്യസ്, ട്രഷറർ രതിനാഗ, ഇഫ്താർ കിറ്റ് വിതരണത്തിലെ കൺവീനർമാരായ അനിത സന്തോഷ്, ആശ ചാൾസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഷാർജ KMCC കൊടുങ്ങല്ലൂർ കമ്മിറ്റിയുടെ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് വരുന്ന മാർച്ച് 7 ശനിയാഴ്ച ഷാർജ റോഡയിലെ NMC ഹോസ്പിറ്റലിന് പുറകുവശത്തുള്ള KMCC ഇഫ്താർ ടെന്റിൽ നടക്കും.